നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, സുരേഷ് ഗോപി 50,000-ലധികം വോട്ടുകൾക്ക്, ബഹുഭൂരിപക്ഷം വോട്ടുകൾ നേടിക്കൊണ്ട് കോൺഗ്രസിന്റെയും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെയും ഒക്കെ താറ പറ്റിച്ചുകൊണ്ട് തന്നെ തൃശ്ശൂര് പിടിച്ചെടുത്ത ആ ഒരു ഐതിഹാസികമായിട്ടുള്ള വിജയമുണ്ടല്ലോ, ആ വിജയത്തിൽ വിറളി പൂണ്ടിട്ടുള്ള ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് നരഭോജികളും ഈ രാജ്യം 6.5 പതിറ്റാണ്ട് കട്ട് മുടിച്ചിട്ടും ഇന്നും ആ കട്ടുമുടിച്ച കുടുംബത്തിന് വേണ്ടി ജയ് വിളിച്ച് നടക്കുന്ന, ഇവിടത്തെ രാജ്യദ്രോഹികൾ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ ഒരു ഗണ്ടി അടിമ കമ്മിക്കൂട്ട ഒക്കെ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഇന്ത്യ മുന്നണിയൊക്കെ, ഇവർക്കൊക്കെ അങ്ങോട്ട് വല്ലാതെ പൊള്ളിയത് കൊണ്ട് തന്നെ സുരേഷ് ഗോപി, അതും താമര വിരിഞ്ഞത് കേരളത്തിന്റെ സാംസ്കാരിക ജില്ലയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ അത്ര കണ്ട് തൃശ്ശൂർ എന്ന് പറയുന്ന ആ സാംസ്കാരിക ആ നാട്ടിന്റെ പെരുമയായി സുരേഷ് ഗോപി നിന്നപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ ഇന്നിപ്പോൾ RSS ആണ് ഈ പൂരം കലക്കിയതെന്നും ഈ പൂരം കലക്കിയത് കൊണ്ടാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്നും പറയുമ്പോൾ അവിടെ സുരേഷ് ഗോപിയെ വോട്ട് കുത്തി ജയിപ്പിച്ച ആ വരുന്ന ജനവിഭാഗമുണ്ടല്ലോ, ആ ജനവിഭാഗത്തെ എത്രത്തോളമാണ് പരിഹസിക്കുന്നത്, അപഹസിക്കുന്നത്, ചവിട്ടിമതിക്കുന്നത് എന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ ഫലം കൃത്യമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾക്കും ഈ രാജ്യം കട്ടുമുടിച്ച അടിമ ഗണ്ടികൾക്കും കിട്ടുമെന്നുള്ളത് നിസ്സംശയം പറയാം. എന്തായാലും ഇന്നിപ്പോൾ ഇവന്മാരുടെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപി രാജിവെച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ പിച്ചതുണ്ടെന്ന രീതിയിലേക്ക് മാറും എന്നുള്ള രീതിയിലൊക്കെയാണ് ചാനലുകാരുടെ ചർച്ച പോകുന്നത്. അത്തരത്തിൽ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളായിക്കോട്ടെ, ജീവിതം ദുസ്സഹമായതൊന്നും ചാനലുകാർക്ക് വാർത്തയല്ല. ചാനലുകാർക്ക് എന്താ വാർത്ത? ചാനലുകാർക്ക് വാർത്ത RSS എന്ന് പറയുന്ന ലോകത്താകമാനം, ലോകം ആരാധിക്കുന്ന സംഘടനയിലെ ആളുകൾ ഇവിടുത്തെ ADGP ആയിട്ടുള്ള അജിത് കുമാറുമായി കണ്ടു എന്നും പറഞ്ഞുകൊണ്ട വലിയ വാർത്ത. ഇവിടെ ആരൊക്കെ ഇവിടെ RSSകാർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് BJP പ്രതിനിധിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട യുവരാജ് ഗോകുൽ അദ്ദേഹം വിവരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട് മക്കളെ. 1.5 ഓഡിയോ ആണ്. എനിക്ക് തോന്നുന്നു 24 ന്യൂസ് ആണെന്ന് തോന്നുന്നു. ആ 24 ന്യൂസിൽ ഈ പറയുന്ന ആ അവതാരകന്മാരെയൊക്കെ വെള്ളം കുടിപ്പിച്ചുകൊണ്ട് മലർത്തിയടിക്കുന്ന യുവരാജ് ഗോകുലിന്റെ ആ കാര്യം, ആ സംസാരം ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. കേട്ട് നോക്കാം നമുക്ക്. രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് ഭാരതീയർ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിനെ കാണുന്നുണ്ട്. അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രപതി ഭവനിലേക്ക് സർസംഘചാലക് പോയിട്ടുണ്ട്. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയാണ്, കോൺഗ്രസ് നിയമിച്ച രാഷ്ട്രപതി ആയിരുന്ന ശ്രീ പ്രണബ് കുമാർ മുഖർജി RSSന്റെ നാഗ്പൂർ കാര്യാലയത്തിൽ വന്നിട്ടുണ്ട്. RSSന്റെ സ്ഥാപകന്റെ സ്മാരകത്തിന്റെ മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്താ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന വല്ലതാണോ? ഞങ്ങളുടെ നേതാക്കൾ വരുന്ന സമയത്ത് ഏതാത് സംസ്ഥാനങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ആൾക്കാരെയും ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരെയും ഒരുപോലെ തന്നെ സന്ദർശിക്കാറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാറുണ്ട്. അവരുമായിട്ട് കാര്യങ്ങളിൽ സംവദിക്കാറുണ്ട്. അത് കാലാകാലങ്ങളിൽ തുടർന്നു വരുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഈ തൃശ്ശൂരിലെ വിജയം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങളിത് എന്താണ് ഇപ്പൊ ഈ 6/9/2024 ഇപ്പൊ നിങ്ങൾ പറയുന്നത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതാക്കളും കേരളത്തിന്റെ ADGPയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ളതാണല്ലോ. അപ്പൊ തൃശ്ശൂരിൽ പൂരം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും സംശയമില്ല, ഞങ്ങൾക്കും സംശയമില്ല. ഇനി നമുക്ക് ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വരാം. അപ്പോഴാണ് ശ്രീ VD സതീശൻ ഇന്ന് മലക്കം പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുക. മെറിറ്റിന്റെ കാരണം മെറിറ്റിലേക്ക് വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുന്ന ആർക്കാണ്? ആ തൃശ്ശൂർ പൂരത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആകുന്ന സംഘാടകർക്കാണ്. അത് പാറമേക്കാവും തിരുവമ്പാടിയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ബോധ്യം അത് തന്നെയാണെന്നാണ്. ഈ പാറമേക്കാവും തിരുവമ്പാടിയും 6/9/2024 നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പത്രക്കുറിപ്പുണ്ട്. ആ പത്രക്കുറിപ്പിലെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് നിങ്ങളൊന്ന് വായിക്കണം. ഞാൻ വായിക്കാം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൂരത്തോടനുബന്ധിച്ച സാമ്പിൾ വെടിക്കെട്ട് മുതൽ പൂര ദിവസം വരെ തീർത്തും അനാവശ്യമായ പോലീസ് ഇടപെടലുകളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ അവര് പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, കഴിഞ്ഞ വർഷമെന്നോ അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷമെന്നോ അല്ല പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് നടക്കുന്നുണ്ട്. ഇപ്പോ ഈ പാറമേക്കാവിനും തിരുവമ്പാടിക്കും പൂരം നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലൊരു വിഷയം കഴിഞ്ഞ വർഷത്തിലുണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിനെ നമുക്ക് ചർച്ച ചെയ്യാമോ? എന്നിട്ട് പറയാമോ അത് RSS ഉണ്ടാക്കിയ വിഷയമാണോ എന്ന്? തൃശ്ശൂർ പൂരത്തിന്റെ പ്രദർശനം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം ഉള്ളത്. അവിടെ നടത്തുന്ന പ്രദർശനിയാണ് ഈ രണ്ട് ദേവസ്വങ്ങളുടെയും, ഏതിന്റെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും പ്രധാന വരുമാനം എന്ന് പറയുന്നത്. ആ പൂര മൈതാനത്തിനകത്ത് എങ്ങും ഇല്ലാത്ത തരത്തിലുള്ള വർധന വാടകയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് പ്രദർശനം നടത്തുവാനോ അതിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുവാനോ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ ഇത് തിരുത്തണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്.
ഇത് RSS ഉണ്ടാക്കിയ പ്രശ്നമാണോ? പിന്നെ അവിടുത്തെ തൃശ്ശൂരിൽ ഒരു MLA ഉണ്ടല്ലോ, തൃശ്ശൂരിലെ MLA, വടക്കുന്നാഥ ക്ഷേത്രം നിലനിൽക്കുന്ന ആ സ്ഥലത്തുള്ള MLA ശ്രീരാമനെ കുറിച്ചിട്ടും സീതയെ കുറിച്ചിട്ടും ലക്ഷ്മണനെ കുറിച്ചിട്ടും അത്രയും നിശിതമായിട്ട് നമുക്ക് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അടുത്ത ദിവസം അദ്ദേഹത്തിന് മാപ്പ് പറഞ്ഞിട്ട് തൃശ്ശൂർ റൗണ്ട് വഴി ഒറ്റക്ക് വടക്ക് ഓടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഹൈന്ദവ വികാരം ദൃഢപ്പെടുത്താനായിരുന്നോ അല്ലായിരുന്നോ? ഇതെന്താ RSSനെ സഹായിക്കാനായിരുന്നോ അതോ BJPയെ സഹായിക്കാനായിരുന്നോ? നിങ്ങൾ പറയേണ്ടതാണ്. പിന്നെ ശ്രീ VD സതീശൻ പറയുന്ന ഒരു കാര്യത്തിന് അദ്ദേഹത്തോട് വളരെ സ്ട്രൈറ്റ് ആയിട്ട് എനിക്ക് മറുപടി പറയാനുണ്ട്. താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെയും സംഘപരിവാറിന്റെ വേദികളിൽ പല അവസരങ്ങളിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതൊന്നും രാഷ്ട്രീയമായി എടുത്ത് ഉപയോഗിക്കാനോ താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനോ ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളുമായി സഹകരിക്കുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ വന്നതിന്റെ പേരിൽ താങ്കളെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ള ആഗ്രഹവും ഞങ്ങൾക്കില്ല. നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ K മുരളീധരൻ അവിടെ തോറ്റുപോയത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ്. അല്ല യുവരാജ് ഗോപി കാര്യം, അതായത് ഈ RSS കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ വിവരങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയുന്നതിൽ എന്താണ് തടസ്സം? ഞാൻ ഈ ഒരൊറ്റ പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. K മുരളീധരൻ തിരുവനന്തപുരം ജില്ലയില് പൊതുജനങ്ങൾ കാണെ ബാലഗോകുലത്തിന്റെ പരിപാടിയിൽ വന്ന് സഹകരിക്കുകയും അത് ഉദ്ഘാടനം ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ADGP മാത്രമല്ലെന്നേ, DGP മാത്രമല്ലെന്നേ, ഇവിടുത്തെ കളക്ടർമാർ മാത്രമല്ലെന്നേ, ഇവിടെ ഏറ്റവും താഴെത്തട്ട് മുതൽ അങ്ങ് പ്രസിഡന്റ് ഹൗസിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പതിവായുള്ള ഒരു കാര്യവും നിസ്സാരമായുള്ള ഒരു കാര്യവുമാണ്. ഇതെന്തിനാണ് ഞങ്ങൾ പെരുമ്പറവട്ടി നാട് നീളെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? നാളെ നിങ്ങൾ മറ്റൊരു പേര് കൊണ്ടുവരും, അയാൾ ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവുന്നേ. അതിനെന്താ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത്? അതിനകത്ത് ഭരണഘടനാപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമുള്ള ആൾക്കാർ, അത് VD സതീശനായാലും ശരി ഏത് സതീശനായാലും ശരി, കോടതിയിൽ പോവുക. യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഇവിടെ ഷാഫി ചാലിയം ചോദിച്ച ഒരു ചോദ്യം, ഇപ്പോൾ EP ജയരാജനെ പ്രകാശ് ജാവദേക്കർ കണ്ടത് എന്തിനാണ്? അതിൽ കാര്യം പറഞ്ഞപ്പോൾ തടസ്സപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടോ? മുരളീധരൻ പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയെ പറ്റി ADGP അതുപോലെ RSS നേതാവ് നടത്തിയ കൂടിക്കാഴ്ചയെ പറ്റി പറയേണ്ടത് 1 മുഖ്യമന്ത്രി, 2 ADGP, 3 RSS നേതാക്കൾ. അപ്പോൾ ഇതിൽ RSS നേതാക്കൾ വിശദീകരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിവാദം ഉണ്ടായി ഇത്രയും ദിവസമായിട്ടും RSS നേതൃത്വം അതിലൊരു മറുപടി പറയാത്തത്? ഈ പട്ടികളോടാ മറുപടി പറയേണ്ടത് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ കൂടിക്കാഴ്ച നടന്നു എന്ന് പറയേണ്ടി വരുന്നു. ഇതിൽ എന്താണ് നടന്നത്? തൃശ്ശൂർ പൂരം കലക്കാനുള്ള ഗൂഢാലോചന നടന്നു വന്ന വളരെ ഗൗരവമുള്ള ആരോപണം RSSന്റെ തലയ്ക്ക് മുകളിലുണ്ട്. അപ്പോൾ അതിനൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ RSS? ഞാൻ അതിന് വളരെ വ്യക്തമായിട്ട് തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ നിന്ന് തുടങ്ങി ശ്രീ ഷാഫി ചാലിയത്തിലേക്ക് പോകാം. ഒരു 2 മിനിറ്റ് എനിക്ക് സമയം തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എന്താണ് തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തവണ സംഭവിച്ച വിഷയം എന്ന് പറയുന്നത്? പോലീസ് പ്രശ്നം ഉണ്ടാക്കി. എന്തിനായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത്? ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് പൂരം കൊടിയേറുന്ന ദിവസം ഒരു വിധിയും വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ഒരു പർട്ടിക്കുലർ സംഘടന, വോയിസ് ഓഫ് ഏഷ്യൻ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു NGO. ആ NGO കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ചാനലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ക്രോൾ ന്യൂസ് ഉണ്ട്. നാട്ടാനകളെ കൈമാറ്റം ചെയ്യാം എന്നുള്ള പാർലമെന്റ് പാസാക്കിയ വിധിക്കെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ പോയിട്ട്, ചരിത്രത്തിലില്ല ഇങ്ങനെയൊക്കെ, പാർലമെന്റ് പാസാക്കിയ വിധിയെ ഹൈക്കോടതിയുടെ ഒരു പർട്ടിക്കുലർ ബെഞ്ച് ഇരുന്നിട്ട് സ്റ്റേ ചെയ്യാണ്. അമ്മാതിരി കാശാണ് ആ പറയുന്ന പർട്ടിക്കുലർ NGO പിരിക്കുന്നതും അവരാ പിരിക്കുന്നതും ഇവിടെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ഈ NGOയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഫോറസ്റ്റിന്റെ ഗവൺമെന്റ് ലീഡറാണ്. നാഗരാജൻ എന്നാണ് പേര്. ഈ നാഗരാജനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഉൾപ്പെടെ 14 ജില്ലകളിലായിട്ട് 100 കണക്കിന് ക്ഷേത്രങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവും പ്രത്യേകിച്ചും പരാതി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ MP കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഈ നാഗരാജനെ അവിടെ നിന്ന് മാറ്റുകയും സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് പൂരം കലക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെതിരായിട്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊള്ളാമായിരുന്നു. കാരണം ഞാൻ തന്നെ ഈ 22/7/2024 മുഖ്യമന്ത്രിക്ക്, റവന്യൂ മിനിസ്റ്റർക്ക്, P രാജീവിന്, ശ്രീ AK ശശീന്ദ്രൻ എല്ലാവർക്കും കൂടി ചേർത്ത് പാറമേക്കാവിന്റെ സെക്രട്ടറി അയച്ചിരിക്കുന്ന പരാതിയാണ്. ആ പരാതിയിൽ ഈ പറയുന്ന നാഗരാജന്റെ പേര് എടുത്തു പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ശ്രീ ഷാഫി ചാലിയൻ ചോദിച്ചു എന്താണ് EP ജയരാജനെ ശ്രീ പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചതെന്ന്. അങ്ങ് തന്നെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുണ്ട്. RSSന്റെ നേതാക്കളെ, BJPയുടെ നേതാക്കളെയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടെന്നുള്ള കാര്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അന്ന് UDFകാര് ഇതുപോലെ തന്നെ സാമാന്യവൽക്കരിച്ചെന്നല്ലേ പറഞ്ഞത്? എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അടുത്ത് പോയിരുന്നിട്ട് നിങ്ങളുടെ UDFന്റെ MP ആയ ശ്രീ NK പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിച്ചു. അന്ന് CPM അതിനെ വലിയ ആരോപണമാക്കി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ അതിനെ സാമാന്യവൽക്കരിച്ചിട്ടല്ലേ സംസാരിച്ചത്? നിങ്ങൾ എന്താണ്? നോക്കൂ, ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കൃത്യമായിട്ട് ശശി തരൂരാണോ NK പ്രേമചന്ദ്രനാണോ BJPയിലേക്ക് അടുത്തത് BJP മെമ്പർഷിപ്പ് എടുത്തു വരുന്ന MP എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ പോലും ചാനലുകളിൽ വരുന്നു. ഇന്ത്യ ടുഡേ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡൽഹി
അടക്കം അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ള നാഷണൽ പത്രങ്ങളൊക്കെ നമ്മൾക്കറിയാം ഇവിടുത്തെ മാമാ ചാനലുകാരെ പോലെ അതല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പ് ടോയ്ലറ്റ് പേപ്പർ പോലെയുള്ള പത്രങ്ങളല്ല ഈ ഡൽഹിയിൽ ഇരിക്കുന്ന ഈ ഇന്ത്യ ടുഡേ പോലെയുള്ള പത്രങ്ങൾ എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു BJP ഇവിടുത്തെ കോൺഗ്രസിലെ മുതിർന്ന MP ഇതാ BJP-യിലേക്ക് വരുന്നു. നിലവിലെ MP എന്നാ പറഞ്ഞിരിക്കുന്നത്. 2 എണ്ണമാണുള്ളത്. ഒന്ന് NK പ്രേമചന്ദ്രൻ, അത് കോൺഗ്രസ് അല്ല UDF-ലെ എന്ന് പറയേണ്ടതുണ്ട്. പിന്നെ ശശി തരൂർ. അപ്പൊ ഇതിൽ ആര് എന്നുള്ളത് കാണാൻ വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ BJP-യുടെ ആ ഒരു തണലിൽ ഇന്നിപ്പോൾ ആ ഒരു വക്കീൽ അവാർഡൊക്കെ വേറെ എന്തൊക്കെ നേടിയിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കണ്ടു. അതിനൊക്കെ ഇവർക്ക് ന്യായീകരണം ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം. പക്ഷെ ന്യായീകരിച്ചത് കൊണ്ട് മെഴുകിയത് കൊണ്ട് ഒരു കാര്യമില്ല. എല്ലാവന്മാരും അവസാനം ചെന്നെത്താനുള്ള സ്ഥലം വേറെ ഒന്നുമല്ല. ഏതാ മക്കളെ? അതാണ് BJP, RSS എന്ന് പറയുന്ന മാതൃ സംഘടനയുടെ സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന BJP എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് യുവരാജ് ഗോകുലിന്റെ ഇത്തിരി ഭാഗം കൂടിയുണ്ട്, അതും കൂടെ കേട്ട് നോക്കാം. ഇവിടുത്തെ ചാനൽ മേധാവിമാരൊക്കെ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന യുവരാജ് ഗോകുൽ BJP-യുടെ പ്രതിനിധിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ സമ്മതിക്കാതെ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ. ഇവിടെ പലരും ഒരു കമന്റ് ഇട്ടത് ഞാൻ കണ്ടു. PK ജയൻ എന്ന് പറയുന്ന 2 മിനിറ്റ് കിട്ടാൻ 2 മണിക്കൂർ ഇവറ്റകളുടെ മുന്നിൽ പോകണോ? നാണം കെട്ട BJP നേതാക്കൾ എന്നുള്ളത്. PK ജയൻ എന്ന് പറയുന്ന സഹോദര, BJP-യുടെ ഭാഗം പറയണമെന്നുണ്ടെങ്കിൽ ചാനലുകളിൽ ആളുകൾ പോയാലേ നടക്കുള്ളൂ. ചാനലുകളിൽ പോയി കൃത്യമായിട്ടും അവർ കൊടുക്കുന്ന കൃത്യമായ സമയം അത് വളരെ റെയർ ആയിട്ടേ കൊടുക്കുള്ളൂ. 2 മിനിറ്റോ 3 മിനിറ്റോ ആണെങ്കിലും അതിൽ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഉത്തരവാദിത്തം BJP-ക്കാർക്കും BJP-യുടെ പ്രതിനിധികൾക്കുമുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ ചവറ് കമന്റ് ഇട്ടുകൊണ്ട് താൻ സ്വയം ചെറുതാവരുത് എന്ന് PK ജയൻ എന്ന് പറയുന്ന സഹോദരനോട് പറയാണ്. എന്തായാലും നമ്മുടെ യുവരാജ് ഗോകുലിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി കേൾക്കാം. ചെറിയ 1-2 മിനിറ്റ് കൂടെ ഉണ്ട്, കേട്ട് നോക്കാം. ചോദ്യത്തിന് വഴങ്ങോ. ഒന്നാമത് മോദിയുടെ ആ ഭക്ഷണ സർക്കാരത്തിൽ ഒരാൾ അപ്പുറത്തേക്ക് ചാടി മോദിയുടെ കീശയിലേക്ക് തന്നെ വന്നു വീണു. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ആ സംശയത്തിന് എല്ലാ കാലവും പ്രസക്തിയുണ്ട്. ഇനി ഈ ഷാഫി ചാലിയൻ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. EP ജയരാജന് പറയാൻ കഴിയുന്നു ഇയാൾ ഇന്നയാളുടെ കൂടെ വന്നു, ഇന്ന കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ ഒട്ടും എന്റർടൈൻ ചെയ്തില്ല, ചായ കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് പോയി. ആ രാഷ്ട്രീയ മര്യാദ എന്തുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കർക്ക് ഇല്ലാത്തത്? ആ കാര്യം എന്തുകൊണ്ടാണ് വിശദീകരിക്കാൻ നിൽക്കുന്നത്? അത് പ്രകാശ് ജാവദേക്കറോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ, എന്നോട്? അത് ശരി. അങ്ങനെയെങ്കിൽ പിന്നെ താങ്കൾ ഈ നേരത്തെ കെ മുരളീധരനെ പറ്റി പറഞ്ഞ ചോദ്യം മുരളീധരനോട് എതിർപക്ഷത്തുള്ള അല്ലല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ശ്രീ വേണു, ഞാനൊരു കാര്യം പറയട്ടെ. BJP നേതാക്കളോട് വന്നിട്ട് ഇപ്പൊ CPM-ന്റെ ഒരു നേതാവട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവട്ടെ, ലീഗിന്റെ നേതാക്കളാവട്ടെ, നമ്മൾ വരുന്നു, ഒരു ചായ കുടിക്കുന്നു, പോകുന്നു. ഇതിനെ എത്ര വലിയ വിവാദമാക്കേണ്ടത്, പ്രശ്നമാക്കേണ്ടതായിട്ടുള്ള കാര്യം തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. വീട്ടിൽ ഒറ്റയ്ക്കുന്നതിന്റെ കാരണം എന്താണ്? ഒരു ചായ പ്രശ്നമായിരുന്നെങ്കിൽ അത് LDF-നോട് ചോദിക്കേണ്ട വിഷയമാണ്, ഞങ്ങളല്ലല്ലോ അതിന് ഉത്തരം പറയേണ്ടത്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണത്? അല്ലെന്നേ, ഇതിന്റെ ഇടയിൽ സമയം കിട്ടുകയാണെങ്കിൽ ജാവദേക്കറോടൊന്ന് ചോദിക്കും. അതുവരെ ഷാഫി ചാലിയത്തിന്റെ ചോദ്യം നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും യുവരാജെ. ഗോപി നോക്കൂ, ഇവൻ കൃത്യമായിട്ടും ഈ ചാനലുകാർ സ്ഥാപിച്ചെടുക്കുന്ന എന്തെന്നറിയാമോ? RSS-ന്റെയും BJP-യുടെയും നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലുള്ള ആളുകളൊക്കെ കൃത്യമായിട്ടും BJP-യിലേക്ക് പോരുമെന്നുള്ള ഭയം, ആ ഭയം തരണം ചെയ്യാൻ വേണ്ടി BJP-യെയും RSS-നെയും എന്തോ ഭീകര സംഘടനകളാക്കി മാറ്റുക. പക്ഷെ ഇവന്മാർക്ക് അറിയില്ല ഇനി ഭാരതം ഭരിക്കാനുള്ള നാളുകൾ എത്രത്തോളം ഭാരതമുണ്ടോ. ഇവിടുത്തെ ജിഹാദികളും ഇവിടുത്തെ ചൈന ചാരന്മാരും അതല്ലെങ്കിൽ രാജ്യദ്രോഹികളും കൂട്ടത്തോടെ ഭാരതത്തെ എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഭാരതത്തെ രക്ഷിക്കാൻ ഏക അവകാശികളായിട്ടുള്ള RSS-കാരും BJP-ക്കാരും പിന്നെ ഇവിടുത്തെ ഹിന്ദുക്കളും ദേശീയവാദികളായിട്ടുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ചാരന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളും ഈ ചൈനീസ് ചാരന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും രാജ്യദ്രോഹികളും ഉണ്ടാവില്ല എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവിടെ RSS-ന്റെയും BJP-യുടെയും നേതാക്കന്മാരെ കാണുന്നതിന് പകരം ഇവന്മാർ വല്ല താലിബാനികളെയോ അതല്ലെങ്കിൽ ISIS ഭീകരന്മാരെയൊക്കെ ആയിരുന്നു കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ EP ജയരാജന് വീട്ടിലിരിക്കേണ്ടി വരുമായിരുന്നില്ല. അയാൾക്ക് പിണറായി വിജയന്റെ വേറെ ഉത്തരവാദിത്തപ്പെട്ട വല്ല മന്ത്രിസ്ഥാനം പോലും നൽകിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇവിടെ ഇസ്ലാമിക ജിഹാദികൾക്കാണ് വലിയ മുൻതൂക്കം. അത് സിമി പോലെയുള്ള ഭീകരന്മാരായിക്കോട്ടെ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള കൊടും ഭീകരന്മാരായിക്കോട്ടെ, ഇനി ഈ പറയുന്ന അബ്ദുൽ നാസർ മദനി ഉണ്ടല്ലോ,
ആ മദിനിയെ പോലുള്ള കൊടുംഭീകരന്മാരെ, ഭീകരനായിക്കോട്ടെ, അവരൊക്കെ ചേർന്ന് ഒന്നിച്ചു പോവുകയാണെങ്കിൽ എല്ലാവർക്കും വലിയ തളികയിൽ, സ്വർണ്ണ തളികയിൽ സ്വീകരണം ഏർപ്പെടുത്തുന്ന കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസ്സുകാർക്കും നടുവിരൽ നമസ്കാരം എന്ന് മാത്രമേ പറയാനുള്ളൂ. സത്യത്തിൽ യുവരാജ് ഗോകുൽ പറയേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു എന്നോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എന്തായാലും ഇനിയിപ്പോ സുരേഷ് ഗോപിയുടെ ജയം RSS അട്ടിമറിച്ച തൃശ്ശൂർ പൂരം കൊണ്ടാണെന്ന് പറഞ്ഞ ഈ ഡാഷ് മക്കൾക്കൊക്കെ ഇതിലധികം മറുപടി വേറെ കൊടുക്കാനില്ല എന്നുള്ളതാണ്. ഈ തൃശ്ശൂരിന്റെ MLA ആയിരുന്ന ഒരു വിദ്വാൻ, അയാൾ ഹിന്ദു നാമം പേറിക്കൊണ്ട് രാമനെയും ശ്രീരാമ ഭഗവാനെയും സീതാദേവിയെയും ഒക്കെ അത്ര കണ്ട് മ്ലേച്ഛകരമായിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത ഭാഷയിൽ ആ വൃത്തികെട്ടവൻ അവന്റെ അമ്മയോടും സഹോദരിയോടും അവന്റെ മകളോടും പെരുമാറുന്ന ആ സംസ്കാരം വെച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഇവിടുത്തെ ഹിന്ദു വികാരം ഇളകി അവസാനം തൃശ്ശൂരിന്റെ ആ MLA-ക്ക് മാപ്പ് പറഞ്ഞ് കണ്ടമൊഴി ഓടേണ്ടി വന്നു. മാത്രമല്ല ഇവിടുത്തെ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും തിട്ടൂരം കണ്ടു. അവിടെ കച്ചവട സ്ഥാപനമായിക്കോട്ടെ മറ്റൊട്ടേറെ സംഭവങ്ങൾ നടക്കേണ്ട ആ മൈതാനത്ത് എല്ലാത്തിനും വാടക കൂട്ടി, നിരക്ക് കൂട്ടി, എന്നിട്ടാ അതിലും തൃശ്ശൂർ പൂരം അട്ടിമറിച്ചതാരാ? എല്ലാം RSS, എല്ലാം ഞമ്മൻ മാത്ര എന്നാണ് ഇവന്മാർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും RSS-ന് കിടന്നോട്ടെ ഒരു ക്രെഡിറ്റ്. കാരണം ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന ഭാരതത്തിന്റെ 2ാം സൈന്യമാണ് RSS. അതുകൊണ്ട് RSS എല്ലാതും ചെയ്തു എന്ന് പറയുമ്പോൾ അത് RSS-കാർക്ക് ഒരു ക്രെഡിറ്റ് തന്നെയാണ്. തൃശ്ശൂരിൽ ന്യായം, ധർമ്മം പരിപാലിക്കപ്പെടാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി RSS പ്രവർത്തിച്ചു, തൃശ്ശൂർ പൂരം അട്ടിമറിച്ചു, അതാക്കി ഇതാക്കി എന്നൊക്കെ പറയുമ്പോൾ യെസ്, ഞങ്ങൾക്ക് അത് അഭിമാനമാണെന്ന്. ഞങ്ങൾ എങ്ങനെയാണെങ്കിലും ഭാരതത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി, ധർമ്മം പുലർത്താൻ വേണ്ടി, ധർമ്മം വിളയിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ MLA-മാരെയും MP-മാരെയും ഉണ്ടാക്കും. കാരണം പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് കൊണ്ട് തന്നെ ലക്ഷ്യം നേടാൻ ഞങ്ങൾ മാർഗങ്ങൾ സ്വീകരിക്കും. ആ മാർഗങ്ങൾ കണ്ട് ചാവാലി പട്ടികൾ തെരുവിലിരുന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ് കൂക്കിയിട്ട് ഓരിയിട്ടിട്ട് ഒരു കാര്യവുമില്ലട രാജ്യദ്രോഹികളെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.